റിപ്പബ്ലിക് ചതുരത്തിന് മുകളിലൂടെ അർമേനിയൻ വ്യോമസേനയുടെ സുഖായ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നപ്പോൾ അത് കേവലം ഒരു ദേശീയദിന പരേഡിന്റെ ഭാഗമായുള്ള പ്രകടനം മാത്രമായിരുന്നില്ല. ആകാശത്ത് അണിനിരന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ ചിറകുകൾക്ക് താഴെ പ്രതിരോധ വിദഗ്ധർ അതീവ പ്രാധാന്യമുള്ള ഒരു കാഴ്ചയാണ് തിരിച്ചറിഞ്ഞത്. ഇറാന്റെ അത്യാധുനിക കൃത്യതയാർന്ന ഗ്ലൈഡ് ബോംബുകളായ യാസിൻ വഹിച്ചുകൊണ്ടാണ് അർമേനിയൻ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ടത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോള പ്രതിരോധ വിശകലന വിദഗ്ധരും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി പശ്ചിമേഷ്യയിലും സൗത്ത് കോക്കസസ് മേഖലയിലും രൂപപ്പെട്ടു വരുന്ന പുതിയ സൈനിക അച്ചുതണ്ടിന്റെ വ്യക്തമായ തെളിവാണ് ഈ സംഭവ വികാസമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ നിർമ്മിച്ച ആയുധങ്ങൾ മറ്റൊരു റഷ്യൻ നിർമ്മിത വിമാനത്തിൽ ഘടിപ്പിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അർമേനിയയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ശക്തമായി എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണിത്. ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നായാണ് പ്രതിരോധ ലോകം ഇതിനെ വീക്ഷിക്കുന്നത്. അർമേനിയൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ സുഖോയ് വിമാനങ്ങൾ എപ്പോഴും വലിയൊരു വിവാദ വിഷയമായിരുന്നു. 2020 അസർബൈജാനുമായി നടന്ന നാഗോർണോ കരാബാഖ് യുദ്ധത്തിൽ ഈ വിമാനങ്ങൾക്ക് യാതൊരുവിധ പങ്കും വഹിക്കാൻ സാധിച്ചിരുന്നില്ല. റഷ്യയിൽ നിന്ന് കോടികൾ മുടക്കി വാങ്ങിയ അത്യാധുനിക സുഖോയ് വിമാനങ്ങൾക്ക് ആവശ്യമായ മിസൈലുകളോ ആയുധ പാക്കേജുകളോ അർമേനിയൻ വ്യോമസേനയുടെ പക്കൽ അന്നുണ്ടായില്ല. ആയുധങ്ങളില്ലാത്ത ആ സുഖോയ് വിമാനങ്ങളിലേക്ക് ഇപ്പോൾ ഇറാന്റെ മാരകശേഷിയുള്ള ഗ്ലൈഡ് ബോംബുകൾ എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് പുതിയ യാഥാർത്ഥ്യം. റഷ്യയിൽ നിന്നുള്ള ആയുധ വിതരണത്തിലെ കുറവുകളും സാങ്കേതിക തടസ്സങ്ങളുമാണ് ഇറാന്റെ പക്കൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ അർമേനിയയെ പ്രേരിപ്പിച്ചത്. റഷ്യ തങ്ങളുടെ യുക്രൈൻ അധിനിവേശവുമായി തിരക്കിലായതിനാൽ അർമേനിയയ്ക്ക് ആവശ്യമായ പ്രതിരോധ സഹായങ്ങൾ നൽകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഇറാന്റെ സൈനിക വ്യവസായ രംഗത്തെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളിലൊന്നാണ് യാസിൻ ഗ്ലൈഡ് ബോംബുകൾ. വിമാനങ്ങളിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ വെച്ച് തൊടുത്തുവിടാൻ കഴിയുന്ന ഈ ബോംബുകൾക്ക് ചിറകുകളുടെ സഹായത്തോടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കും. ഉപഗ്രഹ ഗതിനിർണയ സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ഇവ വളരെ കൃത്യതയോടെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുക. ഈ സൈനിക നീക്കം അസർബൈജാനെയും അവരുടെ സഖ്യകക്ഷിയായ തുർക്കിയെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. കടുത്ത ശത്രുതയിലുള്ള അർമേനിയയ്ക്ക് ഇറാന്റെ അത്യാധുനിക ആയുധങ്ങൾ ലഭിക്കുന്നത് അതിർത്തിയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കും. ഇറാന്റെ ഈ നയതന്ത്രപരമായ നീക്കം കോക്കസസ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനും അസർബൈജാന്റെ അധിനിവേശ ശ്രമങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. വാഷിംഗ്ടണിലും ഈ ദൃശ്യങ്ങൾ വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അർമേനിയ അടുത്ത കാലത്തായി പാശ്ചാത്യ രാജ്യങ്ങളോടും അമേരിക്കയോടും അടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതി അർമേനിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയേക്കാം. നയതന്ത്ര രംഗത്ത് അർമേനിയ ഇപ്പോൾ വലിയൊരു സമതുലിതാവസ്ഥ നിലനിർത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായവും നയതന്ത്ര പിന്തുണയും വേണം. മറുവശത്ത് തങ്ങളുടെ അതിർത്തി സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ആയുധങ്ങൾ നൽകാൻ തയ്യാറുള്ള ഇറാനെയും പിണക്കാൻ സാധിക്കില്ല. തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായാണ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയതെന്നാണ് അർമേനിയൻ നയതന്ത്രജ്ഞർ നൽകുന്ന വിശദീകരണം. ഈ മാറ്റം പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും ആയുധ കച്ചവടത്തിന്റെ പുതിയൊരു മുഖമാണ് കാണിക്കുന്നത്. ഇറാന്റെ ഡ്രോണുകളും ഗ്ലൈഡ് ബോംബുകളും ഇതിനകം തന്നെ യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു രാജ്യമായ അർമേനിയയിലേക്കും ഈ ഇറാനിയൻ ആയുധങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യ ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത നേടുന്നുവെന്നാണ്. ദേശീയദിന പരേഡിൽ ഈ വിമാനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിച്ചതിലൂടെ അർമേനിയ തങ്ങളുടെ ശത്രുക്കൾക്ക് വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. 2020 സംഭവിച്ചതുപോലെ ആയുധങ്ങളില്ലാതെ തങ്ങൾ ഇനി പരാജയപ്പെടാൻ തയ്യാറല്ലെന്ന് അർമേനിയൻ സൈന്യം പ്രഖ്യാപിക്കുകയാണ്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ തക്ക ശേഷിയുള്ള ആയുധങ്ങൾ ഇപ്പോൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ ഈ സൈനിക സഖ്യം അർമേനിയയെ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും ഒരു വിഭാഗം വിദഗ്ധർ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അമേരിക്കയുടെ ഉപരോധങ്ങൾ അർമേനിയയ്ക്ക് മേലും വരാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ കൂടുതൽ തകർച്ചയിലേക്ക് നയിച്ചേക്കാം.
മാത്രമല്ല ഇസ്രയേലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അസർബൈജാൻ ഇറാന്റെ ഈ നീക്കത്തിന് മറുപടിയായി കൂടുതൽ അത്യാധുനിക ഇസ്രയേലി ആയുധങ്ങൾ തങ്ങളുടെ സൈന്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഇതും മേഖലയിൽ പുതിയൊരു ആയുധ പന്തയത്തിന് വഴിവെക്കും. റിപ്പബ്ലിക്കൻ ചതുരത്തിന് മുകളിലൂടെ പറന്ന ആ 4 സുഖോയ് വിമാനങ്ങൾ കോക്കസസ് മേഖലയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. പ്രതിരോധ കരാറുകളിൽ ഒപ്പിട്ട ആരും തന്നെ തങ്ങളെ സഹായിക്കാൻ എത്തിയില്ലാത്ത സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ അർമേനിയ തയ്യാറാണെന്ന് ഈ കാഴ്ച വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അർമേനിയയുടെ ഈ പുതിയ സൈനിക കൂട്ടുകെട്ടിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ സമാധാന അന്തരീക്ഷം. ഇറാനിയൻ ഗ്ലൈഡ് ബോംബുകൾ വഹിച്ച അർമേനിയൻ വിമാനങ്ങൾ ലോകത്തിന് നൽകുന്നത് വരാനിരിക്കുന്ന വലിയൊരു സൈനിക മാറ്റത്തിന്റെ സൂചന മാത്രമാണ്.